നിങ്ങൾ തന്നെ ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാ ശരിയാകുക? ബാക്കിയുള്ളവരും കൂടി പറഞ്ഞോട്ടെ. അല്ല, അത് എന്തായിരുന്നാലും അത് പരിശോധനയിലൂടെ വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ലാസ്റ്റാണ്. നിങ്ങൾ ഇതാ ഞാൻ പറയുന്നത്. നിങ്ങൾ ജൂണിൽ അല്ല, നിങ്ങൾക്ക് പറയാം നിങ്ങൾ അധികാരത്തിൽ വരും എന്ന് ഒരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. അപ്പൊ പുള്ളിക്ക് വ്യക്തമായ അസസ്മെന്റ് പുള്ളിക്കുണ്ടായിട്ടില്ല. അപ്പൊ ഈ സഭ പറഞ്ഞതെല്ലാം വിപരീതമായിട്ടല്ലേ പുള്ളി അസസ് ചെയ്ത്? ആയിക്കോട്ടെ, അപ്പൊ ആ നിലപാട് അംഗീകരിക്കേണ്ടേ? എന്താ സംശയം? ഈ നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തോന്ന് പറഞ്ഞപ്പോ എന്നോട് മറന്നുപോയി. ജൂൺ മാസം ഇടയ്ക്കട്ടെ, ഞാൻ പറയാം. നിങ്ങളിപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പറയാണ് ജൂൺ മാസമേ പറയാൻ കഴിയുള്ളൂ. ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സഹായിക്കാം. ഞാൻ പറഞ്ഞത് ജൂൺ മാസം അവസാനമാകുമ്പോഴേക്ക് ഈ പരിശോധന പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ്. പാർട്ടികളിൽ നടത്തുന്ന പരിശോധന. അങ്ങനെ പരിശോധന നടത്താൻ താഴെ എത്ര ഘടകങ്ങളുണ്ട്, എത്ര കമ്മിറ്റികളുണ്ട്. ഓരോ പാർട്ടിക്കുമില്ല അങ്ങനെയുള്ള കമ്മിറ്റികൾ. ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ അടിസ്ഥാന ഘടകം പാർട്ടി ബ്രാഞ്ചാണ്. ബ്രാഞ്ചിന് മുകളിൽ ലോക്കൽ കമ്മിറ്റി ഉണ്ട്, അതിനു മുമ്പിൽ ഏരിയ കമ്മിറ്റി ഉണ്ട്, ജില്ലാ കമ്മിറ്റികളുണ്ട്. ഈ കമ്മിറ്റികളൊക്കെ ഒന്ന് ചേർന്ന് അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേൾക്കണ്ടേ? ലക്ഷക്കണക്കിന് പാർട്ടി അംഗങ്ങളുണ്ട്, അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങളെല്ലാം കേൾക്കണ്ടേ? അവർക്ക് എത്ര സമയമെടുത്ത്? ഇന്നലെ പാർട്ടി സെക്രട്ടേറിയറ്റ് ഇവിടെ ചേർന്നത് രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെയാണ്. ഇടതുപക്ഷ ഈ പാർട്ടി സെക്രട്ടേറിയറ്റിലുള്ള മുഴുവൻ ആളുകൾക്കും പറയാനുള്ള അഭിപ്രായങ്ങൾ പറയണ്ടേ? അങ്ങനെ ചർച്ച നടത്തിയെങ്കിലല്ലേ ഇത് ഒരു ശരിയായ നിലപാടിലേക്ക് എത്താൻ കഴിയുള്ളൂ. ആ ചർച്ച തുറന്നു നടക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതല്ലാതെ ഒരു ജൂൺ മാസം എന്നുള്ളത് ഒരു പ്രത്യേകമായി അങ്ങനെ തിരിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. VD സതീശൻ അസസ്മെന്റ് നടത്തി പറഞ്ഞു, അത് അദ്ദേഹം പറഞ്ഞെന്നുള്ളത് ശരിയാണ്. അദ്ദേഹം 100-ലധികം സീറ്റ് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് കിട്ടില്ല എന്നാണ് ധരിച്ചത്. അയാൾ കിട്ടുമെന്ന് പറഞ്ഞ നിലപാട് ഇപ്പൊ 102 സീറ്റ് ഉണ്ട്. അതാണ് ശരിയായത്. അതാണ് അങ്ങനെയുണ്ട്. അതൊരു വാക്കിലോ ഒരു അസസ്മെന്റിനെ മാത്രം ആശ്രയിച്ചല്ല നിൽക്കുന്നത്. അവര് PR ഏജൻസികളെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുപയോഗിച്ചു കഴിഞ്ഞാലും ഇത് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അത് സംഭവിക്കുകയും ചെയ്തു കേരളത്തിൽ. അത് വെച്ച് പരിശോധിക്കാം. ഞങ്ങളുടെ നിലപാടിൽ എന്താ മാറ്റം വരുത്തുണ്ടോ എന്നുള്ളത്. ഞങ്ങൾ എന്തായാലും PR ഏജൻസിയിലേക്ക് പോകുന്നില്ല. ഞങ്ങൾ ജനങ്ങളിലേക്കാണ് പോകുന്നത്. എന്നിട്ട് ജനങ്ങൾ തിരുത്തട്ടെ. ജനങ്ങളല്ലേ ഇപ്പോൾ വോട്ട് ചെയ്തത്. അവരുടെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. അവരുടെ അടുത്തേക്ക് പോയി അവർ പറയട്ടെ, ഞങ്ങൾക്ക് ഇന്ന ദോഷം നിങ്ങൾക്കുണ്ട്. അത് ധൈര്യമായി പറയിപ്പിക്കുന്നതിന് സഹായകരമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതിനവരെ പ്രോത്സാഹിപ്പിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എന്താണ് നിലപാട് എന്നുള്ളത് ഞങ്ങൾ വ്യക്തത വരുത്തി പറയും. ഇനി നമുക്ക് അവസാനിപ്പിക്കാം. പാർട്ടി കോട്ടയിലും അല്ലല്ല, അതെങ്ങനെയാ പാർട്ടി കോട്ടയിൽ TK ഗോവിന്ദൻ വരിക? TK ഗോവിന്ദൻ പാർട്ടിക്ക് ഇന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പാർട്ടി കോട്ടയിൽ എങ്ങനെയാ ഗോവിന്ദൻ വരിക? പാർട്ടി കോട്ടയിൽ നേരെയല്ല, ഇന്നലെയല്ലേ. അതിന് പരവതാനി നാടില്ല, പച്ചപ്പരവതാനിയും പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം ചെന്ന് കണ്ട് മടങ്ങി, അത്രയേ ഉള്ളൂ. അതിങ്ങനെ വ്യാഖ്യാനിക്കുന്നതിലാ പ്രശ്നം. ഇതിനെങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന ഒരു നിലപാടാണോ അത്? വിട്ട് പോകാൻ സമയം കിട്ടിയിട്ടുണ്ടാകില്ല. അത് കോടിയേരി ബാലകൃഷ്ണനുള്ള ആദരവ് കുറവല്ല. കോടിയേരി ബാലകൃഷ്ണനുള്ള എല്ലാ മഹത്വവും ആദരവും CPI നിലനിർത്തുന്നുണ്ട്.
എല്ലാ സന്ദർഭങ്ങളിലും. അതവിടെ വീട് സന്ദർശനമായിട്ട് ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്ന ഒരു വിഷയമല്ല. അപ്പം അതിനനുസരിച്ചുള്ള നിലപാടാണ്. കോടിയേരി CPIM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് പാർട്ടി രോഗം കലശലായി, പാർട്ടി സെക്രട്ടറിഷിപ്പിൽ നിന്ന് മാറ്റം വരുത്തി. പിന്നീട് അദ്ദേഹം ചികിത്സയ്ക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം സെക്രട്ടറിഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞത്. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യത്തിൽ പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട്. പലരും പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് പാർട്ടിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ജനങ്ങളുമായിട്ടുള്ള ബന്ധം ബ്രാഞ്ച് കമ്മിറ്റികളാണ്. ഇപ്പൊ പല സ്ഥലങ്ങളിലും ബ്രാഞ്ചുകൾ ഒട്ടും ആക്റ്റീവ് അല്ല, അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലാന്ന് മാത്രമല്ല ഏരിയ കമ്മിറ്റിയോ ലോക്കൽ കമ്മിറ്റിയോ പലരും സമരങ്ങൾക്ക് ആളെത്തിച്ചു കൊടുക്കുന്ന ഒരു യൂണിറ്റ് മാത്രമായിട്ട് ബ്രാഞ്ച് കമ്മിറ്റികൾ മാറിപ്പോയി. ജനങ്ങളുമായിട്ടുള്ള ബന്ധം പണ്ടുണ്ടായിരുന്നവരെ കല്യാണം നടത്താനും മരണം വിട്ടു പോകാനും ഒന്നും പ്രാർത്ഥനകൾ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള കുറെ അനാലിസിസുകൾ വരും. ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് ഞങ്ങൾ തീർച്ചയായും പാർട്ടിക്കകത്ത് പരിശോധിക്കും. പരിശോധിച്ചിട്ട് ഇത്തരം ന്യൂനതകൾ ഏതെങ്കിലും പാർട്ടി ഘടകങ്ങൾക്കുണ്ടെങ്കിൽ അത് ഞങ്ങൾ തിരുത്തിക്കും. തിരുത്താൻ തയ്യാറാകാത്ത ആളുകൾക്ക് ഈ പാർട്ടിയിൽ തുടരാൻ കഴിയില്ല. അതാണ് പാർട്ടി നിലപാട്. ഇനി പോരെ ഇന്നലെ പറഞ്ഞത് ഒരു പാർട്ടി കമ്മിറ്റികൾ ഭയമില്ലാതെ ചർച്ച നടത്താൻ ഒരു ഭയം ഇതുവരെ ഉണ്ടായിരുന്നതുകൊണ്ടാണോ? അതല്ലാന്ന്. ഭയമുണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കരുത്. അങ്ങനെ എൻ്റെ സംസാരത്തിനും ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ സ്ലിപ്പ് വരിക അല്ല. ഞാൻ അതേന്ന് എനിക്കറിയാം. ഗോവിന്ദ മാഷ് പറഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ സൂചിപ്പിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. ഗോവിന്ദ മാഷ് ഇന്നലെ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അദ്ദേഹം നിങ്ങളെ കാണാൻ വേണ്ടി വന്നത്. 4 മണിക്ക് പത്രസമ്മേളനം വെച്ചു. ആ പത്രസമ്മേളനം മാറ്റിവെക്കണം എന്ന് ഞങ്ങൾ പരസ്പരം ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചതാണ്. അങ്ങനെയാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം വന്ന് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് നിങ്ങളെടുത്ത് ചെലവാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം അതാണ് ആ ഘട്ടം എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. എന്തെങ്കിലും ഒരു വാക്കിൻ്റെ ഒരു നിലപാടെടുത്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ അതിൻ്റെ മേലെ വേറെ വ്യാഖ്യാനം നടത്തുന്നത് ശരിയാണോ? നിങ്ങൾ അതിൻ്റെ ഇത്രേ പ്രശ്നമുള്ളൂ. നിങ്ങൾ തന്നെ ആരോപിക്കുന്നില്ലേ? ആരും ഏകാധിപത്യമാണ് CPM-നകത്ത് എന്നൊക്കെ നിങ്ങൾ തന്നെ പ്രചരിപ്പിക്കുന്നില്ലേ? അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിർഭയമായി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞു പോയാൽ എന്താ തെറ്റ്? അതിൻ്റെ അർത്ഥം ഇതുവരെ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം ഭയത്തോടു കൂടിയാണെന്നാണോ? അങ്ങനെയല്ല. അങ്ങനെ വ്യാഖ്യാനിക്കരുത്. ഞാൻ പറയുന്നത് അങ്ങനെ ദയവീത് അങ്ങനെ വ്യാഖ്യാനിക്കരുത്. ഇതുവരെ അഭിപ്രായങ്ങൾ പറയേണ്ടവരെല്ലാം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രശ്നത്തിലും നിർഭയമായ അഭിപ്രായം ഒരു പ്രയോഗമാണത്. അങ്ങനെ നിങ്ങൾ എന്താ എടുക്കാത്തത്? അപ്പൊ അത് CPM-നെ ഒന്ന് അടിക്കാൻ ഈ വാക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? അതല്ലേ അങ്ങനെയല്ലേ അത് ആലോചിക്കുന്നത്? എന്തിനങ്ങനെ ആലോചിക്കുന്നത്?